ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 95. മുന്തിരി വിളവെടുപ്പിൻ്റെ കാലത്ത് ഈശോ അന്നായുടെ ഭവനത്തിൽ തളർവാദം ബാധിച്ച കുട്ടിയെ സുഖപ്പെടുത്തുന്നു. ഗലീലിയ മുഴുവനും മുന്തിരി വിളവെടുപ്പിലാണ്. ഈശോ തടാകത്തിൽ നിന്ന് വളരെ അകലെയല്ലാത്ത ഒരു വലിയ കൃഷിത്തോട്ടത്തിലാണ്. തോട്ടമുടമകളായ വയോധികരായ ദമ്പതികൾ ഗുരുവിനെ കാത്തുനിന്ന് സ്വീകരിക്കുന്നു. ഈശോ പ്രസംഗം തുടങ്ങിയ കാലങ്ങളിൽ അഭയം കൊടുത്ത ഒരു വീടാണത്. അപ്പോസ്തലന്മാരും അമ്മയും അൽഫേയുസിൻ്റെ മേരിയും കൂടെയുണ്ട്. ഈ അമ്മ എന്നോട് വളരെ സ്നേഹവാത്സല്യങ്ങൾ കാണിച്ചു. ഈശോ പറയുന്നു. ഈശോ ഒരു വലിയ ഗോവണിപ്പടി കയറി അതിന് മുകളിലത്തെ പടിയിലിരിക്കുന്നു. മേരി വിനയത്താൽ സ്വമേധയാ അവിടേക്ക് പോകുന്നില്ല. ഗൃഹനാഥ കൂട്ടിക്കൊണ്ടുപോയി അടുത്ത പടിയിലിരുത്തുന്നു. വീട്ടുടമകളും അപ്പോസ്തലന്മാരും മറ്റു പടികളിൽ സ്ഥാനം പിടിക്കുന്നു. ഈശോ വന്ന് മനുഷ്യൻ്റെ അധ്വാനത്തെപ്പറ്റി ആശീർവദിക്കൂ എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞാൻ വന്നു. ദൈവനാമത്തിൽ നിങ്ങളുടെ അധ്വാനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. സത്യസന്ധമായ എല്ലാ ജോലികളും പിതാവായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ അർഹതയുള്ളവയാണ്. എപ്പോഴാണ് പ്രവൃത്തികൾ സത്യസന്ധമാവുകയെന്ന് നമുക്കൊരുമിച്ച് ചിന്തിക്കാം. നിത്യനായ ദൈവത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ സത്യസന്ധമായിരിക്കും. ദൈവം എന്നെ നോക്കുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് പാപം ചെയ്യാൻ കഴിയുമോ? ദൈവത്തിൻ്റെ കണ്ണുകൾ എൻ്റെ മേലുണ്ട്. എൻ്റെ ഏറ്റവും നിസ്സാര പ്രവർത്തികൾ പോലും അവൻ കാണാതിരിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരുവനും ഒരിക്കലും പാപം ചെയ്യാൻ സാധ്യമല്ല. കാരണം മാനുഷികമായ മറ്റേത് ചിന്തയേക്കാളും ദൈവചിന്ത മനുഷ്യനെ പാപത്തിൽ നിന്നകറ്റും. സത്യസന്ധൻ ഇങ്ങനെ പറയുന്നു, ഞാൻ നിയമം പാലിക്കുന്നത് മനുഷ്യരാൽ സ്തുതിക്കപ്പെടുന്നതിനല്ല, ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാനാണ്. ഞാൻ പണത്തോടുള്ള അത്യാഗ്രഹം കൊണ്ടല്ല ജോലി ചെയ്യുന്നത്, പിന്നെയോ വിശുദ്ധി പ്രാപിക്കാനുള്ള ഒരു മാർഗമായി കൂടെയാണ്. ചുമട്ടുമൃഗങ്ങളെപ്പോലെ ജോലി ചെയ്യുന്നവരുണ്ട്, എന്നാൽ അവരുടെ മതം സമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ്. നിർഭാഗ്യരായ അവരുടെ കൂട്ടുകാർ ഇല്ലായ്മ കൊണ്ടും ക്ഷീണം കൊണ്ടും മരിച്ചാൽ, അവരുടെ മക്കൾ പട്ടിണി നിമിത്തം മരിച്ചാൽ, സമ്പത്ത് കൂട്ടിവെക്കുന്ന ഇവർക്കെന്ത്? ഇവരെക്കാൾ കഠിന ഹൃദയരുണ്ട്. സ്വയം ജോലി ചെയ്യുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കും. അവരുടെ വിയർപ്പിൻ്റെ ഫലം സമ്പത്തായി ശേഖരിച്ചു വെക്കും. വേറെ ചിലർ ഹീനമായ വിധം മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന പണം കൊണ്ട് ദൂർത്തടിച്ച് ജീവിക്കുന്നു. ഇപ്പറഞ്ഞവരുടെ ജോലിയൊന്നും സത്യസന്ധമല്ല, എന്നിട്ടും ദൈവം അവരെ സംരക്ഷിക്കുന്നു എന്ന് നിങ്ങൾ പറയരുത്. ഇല്ല, ദൈവം അവരെ സംരക്ഷിക്കുന്നില്ല. ഒരു നാഴിക നേരത്തെ വിജയമാണ് അവർ അനുഭവിക്കുന്നത്, എന്നാൽ പെട്ടെന്ന് തന്നെ ദൈവനീതിയാൽ പ്രഹരിക്കപ്പെടും. നിന്റെ കർത്താവ് ഞാനാകുന്നു. എല്ലാറ്റിനും ഉപരിയായി എന്നെ സ്നേഹിക്കുക. സ്വയം സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഓ, ഈ വാക്കുകൾ നിത്യമായി മുഴങ്ങി കേൾക്കുന്നത് സീനായ് മലയിലെ ഇടിമിന്നലിനേക്കാൾ അതിഭീകരമായിരിക്കും. നിങ്ങൾക്കിപ്പോൾ നല്ല സന്തോഷമാണ്, കാരണം ഈ വർഷം വളരെ നല്ല കൃഷിയായിരുന്നു. എന്നാൽ നിത്യമായ സന്തോഷത്തെ നിങ്ങൾ ലക്ഷ്യമാക്കുക. ആ നല്ല ആഗ്രഹത്തെ വിശ്വസ്തയോടെ പിൻചെല്ലുക. നിത്യപിതാവിനെ നന്ദിയോടെ വാഴ്ത്തുക. അവൻ്റെ വചനത്തെ നൽകിയതിന് അവനെ വാഴ്ത്തുവിൻ. നല്ല വിളവെടുപ്പ് നൽകിയതിന് അവനെ വാഴ്ത്തുവിൻ. ഭയപ്പെടേണ്ട, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് 100 100 തിരിച്ചു തരുന്നു. ഈശോ പറഞ്ഞു നിർത്തുകയായിരുന്നു. എന്നാൽ എല്ലാവരും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ അനുഗ്രഹിക്കൂ, നിൻ്റെ അനുഗ്രഹം ഞങ്ങളോടൊത്തുണ്ടാകട്ടെ. ഈശോ എഴുന്നേറ്റ് നിന്ന് അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. അവൻ്റെ മുഖം നിങ്ങളിൽ പ്രകാശിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും ഉണ്ടാകട്ടെ, വയലുകളിലും ഉണ്ടാകട്ടെ. ആ സമയം ഒരു സ്ത്രീ 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെയും എടുത്തുകൊണ്ട് വരുന്നു. എല്ലാവരും വഴിമാറി കൊടുക്കുന്നു. വീട്ടുടമ പറയുന്നു, ഇവൾ എൻ്റെ ഭൃത്യരിൽ ഒരുവളാണ്. കഴിഞ്ഞ വർഷം ഒരു കുട്ടി മട്ടുപ്പാവിൽ വീണ് നടുവൊടിഞ്ഞു. ജീവിതകാലം മുഴുവൻ ഈ കിടപ്പ് കിടക്കും. അവർ അങ്ങയെ പ്രതീക്ഷിച്ച് കഴിയുകയായിരുന്നു. ഗൃഹനാഥ കൂട്ടിച്ചേർത്തു. എൻ്റെ അടുത്തേക്ക് വരാൻ പറയൂ. കുട്ടിയെയും എടുത്ത് പടി കയറാനുള്ള പ്രയാസം കണ്ട് അമ്മ മേരി അവളെ സഹായിക്കുന്നു. അവളുടെ തലയിൽ കൈവച്ച് സന്തോഷമായിരിക്കൂ എന്ന് മേരി പറയുന്നു. കുട്ടിയെ സ്വന്തം കൈകളിൽ വഹിച്ച് ഈശോയുടെ പക്കലേക്ക് നീട്ടുന്നു. നിനക്കെന്താണ് വേണ്ടത്? ഇത് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? എന്നിങ്ങനെ സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങളൊന്നും കൂടാതെ ഈശോ കുട്ടിയെ സുഖപ്പെടുത്തുന്നു. കുട്ടിയെ മാറോടണച്ച സ്ത്രീക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിഞ്ഞുകൂടാ. എല്ലാവർക്കും സന്തോഷം. ഈശോ വീട്ടുടമയോട് പറയുന്നു, അവൻ എൻ്റെ അമ്മയുടെ കരങ്ങളിലായിരുന്നതിനാൽ ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ ഞാൻ അവനെ സുഖപ്പെടുത്തി. കാരണം വേദന മാറ്റിക്കൊടുക്കുവാൻ കഴിയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് സന്തോഷമാണ്. അമ്മയ്ക്ക് സന്തോഷമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയും മേരിയും പരസ്പരം നോക്കുന്നു.